ഇപ്പൊ നടൻ സിദ്ദിഖിനെ സുപ്രീം കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. അപ്പൊ ജാമ്യം നൽകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം കേസ് കൊടുക്കാതെ, അതായത് 10 വർഷം മുന്നേ നടന്ന സംഭവമാണല്ലോ. അപ്പൊ ഇത്ര കാലം കേസ് കൊടുക്കാതെ എന്തുകൊണ്ട് ഇപ്പൊ കേസ് കൊടുത്തെന്നാണ് കോടതി ചോദിച്ചത്. അപ്പൊ അതിന് അവർ കൃത്യമായി മറുപടി പറഞ്ഞത് എന്താ വെച്ചാൽ അന്നത്തെ സമയത്ത് കേസ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു സിനിമയിലേക്ക് ഉണ്ടായിരുന്ന ഒരു ചാൻസ് മിസ്സാവുമെന്ന് പേടിച്ചിട്ട് ആണ് പ്രതി അന്ന് കേസ് കൊടുക്കാണ്ട് ഇന്ന് കേസ് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പം ആ ഒറ്റ കാരണം കൊണ്ടാണ് തോന്നുന്നത് മെയിൻ ആയിട്ടും ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ ജാമ്യത്തിന് കുറച്ച് ഉപാധികളൊക്കെ ഉണ്ട്. എപ്പോൾ വിളിക്കുമ്പോഴും പോകണം, പിന്നെ എന്താ പറയുക, അധിക സമയം കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്താ പറയുക, ജാമ്യം എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 ദിവസം മുന്നെയാണ് സിദ്ദിഖ് ശരിക്കും ഒളിവിൽ പോയത്. പക്ഷെ ആ ഒളിവിൽ പോകാൻ വേണ്ടി സഹായിച്ചത് മകനാണ് എന്നാണ്, മകനും മകന്റെ ഫ്രണ്ട്സും ആണെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ന്യൂസ്. പക്ഷെ ആ ന്യൂസ് കറക്റ്റ് അല്ല, അത് തെറ്റാണ്. മകന് ഇതിനെ പറ്റിയിട്ട് യാതൊരു അറിവില്ല എന്നുള്ള ന്യൂസ് ഒരു റിപ്പോർട്ടായിട്ട് മകൻ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വണ്ടി ഓടിച്ച് പൊന്നാനിയിലും പോയിട്ടില്ല മാഡം, അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് പോലീസിന് അത്ര വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ആ GPS ഒക്കെ ആയിട്ട് രേഖ കാണിക്കാൻ പറയണം. ശരിയാണ്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. അത് പൂർണ്ണമായ വിശ്വാസത്തിലെടുത്തല്ല, അത് ചോദിച്ചതാണ് താങ്കളോട്. ഷഹീൻ, ഇപ്പോൾ ഞാനോ എന്റെ സുഹൃത്തുക്കളോ എന്റെ വണ്ടി എടുത്ത് അങ്ങനെ ഒരു ഡയറക്ഷനിലേക്കും പോയിട്ടില്ല. പിന്നെ നാട്ടുകാർക്ക് സിദ്ദിഖിനെ പറ്റി നല്ല അഭിപ്രായമായിട്ട്. നാട്ടുകാർക്ക് മുഴുവൻ പറയാൻ പറ്റില്ല, പക്ഷെ എന്തായാലും കുറച്ചൊരു ആൾക്കാർക്കൊക്കെ അവിടുന്ന് നമ്മള് റിപ്പോർട്ടുകളൊക്കെ വരുന്നതനുസരിച്ച് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ സിദ്ദിഖിനെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ആളങ്ങനെ ചെയ്യില്ല എന്നൊക്കെയാണ് ഓരോ ഉറച്ച വിശ്വാസം. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്താ ഇങ്ങനെ ലഡുവൊക്കെ വിതരണം ചെയ്യാൻ കാരണം അദ്ദേഹം ഇവിടെ നമ്മൾ 10-30 വർഷമായിട്ട് അറിയാം. ഇങ്ങനെ പെട്ടെന്നൊരു ഇത് വന്നിട്ട് നമ്മളതിനെ വിശ്വസിക്കേണ്ടായില്ല. ഈ ഹൈക്കോടതി ജാമ്യം നിശ്ചയിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. അതിലുള്ള 2 ആഴ്ചയ്ക്ക് അറസ്റ്റ് തടഞ്ഞാൽ സന്തോഷത്തിലാണ് ഞങ്ങൾ, ഈ നാട്ടുകാരെല്ലാവരും, പാലച്ചോട് നിവാസികൾ മൊത്തത്തിൽ. ശരി, പക്ഷെ കേസ് എന്ത് തന്നെയാണെങ്കിലും സാധാരണ രീതിയിൽ കേസൊന്നും അധികം മുന്നോട്ട് പോകാറില്ല എന്നല്ല, ഇതൊന്നും എവിടെ എത്താറില്ല. ഇപ്പൊ ഭാവനന്റെ കേസിന് എടുക്കുകയാണെങ്കിൽ എവിടെ എത്തിയിട്ടില്ല ഇതുവരെ. കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നല്ല. അത് പക്ഷെ 2 ഭാഗത്തും നിൽക്കുന്നത് 2 പേരും സെലിബ്രിറ്റീസ് തന്നെയാണ്. പക്ഷെ ഇതിപ്പം എങ്ങനെ വരുന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരും. സിനിമാക്കാർക്കൊക്കെ ഇപ്പൊ നല്ല സമയമാണ് എന്റെ അഭിപ്രായത്തിലെ. വേണമെങ്കിൽ ജോൾസിനെ വെച്ചിരുന്ന് പ്രശ്നം നോക്കിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. എന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ, പറയാൻ പറ്റില്ലല്ലോ.